സ്റ്റുഡൻസ്, എജുപ്ലസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫിസിക്സിൽ ചാപ്റ്റർ 29 ആണ്. ചാപ്റ്ററിൻ്റെ ഹെഡിങ് ആപ്ലിക്കേഷൻസ് ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ്. അപ്പോൾ ചാപ്റ്റർ 28 ഡിസ്കസ് ചെയ്തത് എന്താണ് സെമി കണ്ടക്ടേഴ്സ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കേട്ടോ. ഇതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയുന്നത് റെക്ടിഫയറിനെ കുറിച്ചിട്ടാണ്. അപ്പം റെക്ടിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്ടിഫയർ ഈസ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിനെ എ സി എന്നാണ് കേട്ടോ നമ്മൾ പറയുന്നത് ഇൻറ്റു ഡയറക്റ്റ് കറൻറ്റ് ഡി സി ബൈ അലോയിങ് എ കറൻറ്റ് ടു ഫ്ലോ ത്രൂ ദി ഡിവൈസ് ഇൻ വൺ ഡിറക്ഷൻ ഓൺലി. Diodes work like one-way valves within the rectifier to maintain this flow of current. This process is generally known as rectification. ഓക്കെ, അപ്പം റെക്ടിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡയോഡിനെ യൂസ് ചെയ്ത് കറൻറ്റിനെ സിംഗിൾ ഡയറക്ഷനിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ റെക്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. എ സിയെ ഡി സി ആക്കുന്നതാണ് ഈ ഒരു ഡിവൈസ് ഡയോഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്. ഇപ്പം ആൾട്ടർനേറ്റിംഗ് കറണ്ട് ബോത്ത് ഡിറക്ഷനിലേക്കും ഫ്ലോ ചെയ്യും അല്ലേ. സോ നമുക്ക് ഈ ഒരു ചില ആപ്ലിക്കേഷനിൽ ഡി സി പവർ സപ്ലൈ ആവശ്യമാണ്. അപ്പോൾ ഡി സി കിട്ടുന്നത് ബാറ്ററീസ് യൂസ് ചെയ്യുമ്പോഴല്ലേ. അപ്പം ബട്ട് ഇറ്റ് ഈസ് നോട്ട് എക്കണോമിക്കൽ അറ്റ് ഓൾ ടൈം. അപ്പം നമുക്ക് എ സി സപ്ലൈയിൽ എ സി ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിനെയാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. റെക്ടിഫയർ രണ്ട് ടൈപ്പാണുള്ളത്, ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം റെക്ടിഫയറിൽ ഹാഫ് വേവ് റെക്ടിഫയർ എന്താണ്. ഓക്കെ, ഇൻ ദിസ് പിക്ചർ ഫസ്റ്റ് പിക്ക് നോക്കാം നിങ്ങൾ. ജസ്റ്റ് ഇതൊരു സൈൻ വേവ് ആണല്ലേ. ദിസ് വൺ ഈസ് ദ ഇൻപുട്ട് സിഗ്നൽ. അപ്പം ഇൻപുട്ട് സിഗ്നൽ ഈ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടാകും ഹാഫ് വേവ് റെക്ടിഫയറിൽ. കൂടാതെ ഒരു ഡയോഡ് ഉണ്ട്. അതിൻ്റെ സെക്കൻഡറി വൈൻഡിങ്ങിലായിരിക്കും ഈ ഒരു ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ട്രാൻസ്ഫോമർ ആൻഡ് ദിസ് വൺ ഇസ് ദി ഡയോഡ്. ഇതിൻ്റെ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വൈൻഡിങ് അല്ലേ ഇത് വരുന്നത്, ഇവിടെ അല്ലേ ഈ ഒരു ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആൻഡ് ഓൾസോ ഒരു ലോഡ് റെസിസ്റ്ററും ഡയോഡിൻ്റെ കാഥോഡ് ഭാഗത്തുണ്ടായിരിക്കും കേട്ടോ. കാഥോഡ് എൻഡിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദിസ് ഈസ് ദി ഡയോഡിൻ്റെ ആനോഡ് എൻഡ് ഇതാണ്, അതായത് പോസിറ്റീവ് ടെർമിനലിലാണ് ഈ ഭാഗം വരുന്നത്. ആൻഡ് ദിസ് ഈസ് ദി നെഗറ്റീവ് ടെർമിനൽ. നെഗറ്റീവ് ടെർമിനലിനെ നമ്മൾ കാഥോഡ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു നെഗറ്റീവ് ടെർമിനൽ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ സീരീസ് ആയിട്ട് ഒരു ലോഡ് റെസിസ്റ്ററുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതാണ് ഹാഫ് വേവിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൽ, ദാറ്റ് ഈസ് ഒരു സപ്ലൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് ഇൻക്രീസ് ചെയ്തോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തോ വോൾട്ടേജ് ഡയോഡിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കൂടുതൽ കേസിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് പവർ സപ്ലൈ വോൾട്ടേജ് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്ന ആ ഒരു സപ്ലൈ വോൾട്ടേജിനെ ഡൗൺ ചെയ്യാൻ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് ഡൗൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെക്ടിഫിക്കേഷനിൽ സ്റ്റെപ്പ് ഡൗൺ നമ്മൾ ആ ഒരു വോൾട്ടേജിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വിൽ ബി ഇൻ എ സി. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും കിട്ടുന്നത്, എ സി ആയിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു ട്രാൻസ്ഫോമർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എ സി വോൾട്ടേജ് സെക്കൻഡറി വൈൻഡിങ്ങിൽ സീരിയസ് ആയി ഇവിടെ ഉണ്ടാവുമല്ലോ. നമുക്കിപ്പം കിട്ടുന്ന വോൾട്ടേജ് പ്രൈമറി കോയിലായിരിക്കും കിട്ടുന്നത് ആ ഒരു ട്രാൻസ്ഫോമറിൻ്റെ. ആൻഡ് എ സി വോൾട്ടേജ് പിന്നീട് വരുന്ന സെക്കൻഡറി വൈൻഡിങ്ങിലുള്ള ആ ഒരു സെക്കൻഡറി വൈൻഡിങ്ങിലാണ് നമ്മൾ ഈ ഒരു ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡയോഡിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഡയോഡ് പിന്നീട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോർവേഡ് ബയാസ് കറൻറ്റിനെ മാത്രം അലോ ചെയ്ത് റിവേഴ്സ് ബയാസ് ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, ഫ്രം ദ ഡയോഡ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് പൾസേറ്റിംഗ് ഡി സി കിട്ടുന്നു.
ഗിവ്സ് ടു ദി ലോഡ് റെസിസ്റ്റൻസ് RL. ഈ ഒരു ഇവിടുന്ന് കിട്ടുന്ന കറണ്ട് ഡയോഡിലൂടെ പാസ് ചെയ്ത് ലോഡ് റെസിസ്റ്റൻസിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഈ ഒരു ചിത്രം നിങ്ങൾ കൺസിഡർ ചെയ്യാം. നമ്മൾ ഇൻപുട്ടായിട്ടൊരു വേവ് അല്ലെങ്കിൽ AC ആണല്ലോ സപ്ലൈ കൊടുക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഉണ്ടല്ലോ ഈ ഒരു ഹാഫ് സൈക്കിള്, ഇത് ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് വരുന്നത് അല്ലേ. അപ്പം ഇൻപുട്ടായിട്ടൊരു സൈൻ വേവ് കൊടുക്കുമ്പോൾ അതായത് ഇതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവും അല്ലേ. ഇവിടെ ഹാഫ് വേവ് റെക്ടിഫയറിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ കടത്തി വിടുന്നു. ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവുമല്ലോ, അതിനെയാണ് ഈ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ കടത്തി വിടുന്നത്. കാരണം അത് ഫോർവേഡ് ബയാസിലാണ് കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നത്. ആൻഡ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ ഒമിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് സൈക്കിൾ ഉണ്ടാവല്ലോ, ഇതിപ്പം ഇവിടം വരെയുള്ള ആ ഒരു ഭാഗം ഈ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്ത് ലോഡിലേക്ക് കറണ്ട് കൊടുക്കും. ആൻഡ് ദി നെക്സ്റ്റ് തിങ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കണ്ടക്ഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഔട്ട്പുട്ടിൽ. നമുക്ക് ആ ഒരു പോസിറ്റീവ് സൈക്കിളിൽ എന്താണ് കിട്ടിയിരിക്കുന്നത്, കറണ്ട് കിട്ടിയിട്ടിരിക്കുന്നു. ആൻഡ് ദി നെക്സ്റ്റ് തിങ് വരുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അതേപോലെ തന്നെ ട്രാൻസ്ഫോമറിൽ കൊടുക്കും. അപ്പം ഈ ഒരു കണ്ടക്ഷൻ ഉണ്ടാവില്ല, ഇവിടെ കണ്ടക്ഷൻ നടക്കത്തില്ല. ഡയോഡിൽ കണ്ടക്ഷൻ നടക്കത്തില്ല നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ. അപ്പോൾ എന്തായിരിക്കും, ഇറ്റ് ഗിവ്സ് ടു 0 ഓൺ ദി ഔട്ട്പുട്ട്. ആ ഭാഗം വീണ്ടും നമ്മൾ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലായിരിക്കും വരുന്നത്. അപ്പം ഇവിടെ ഔട്ട്പുട്ടിൽ നമുക്ക് ഇത് ചെയ്തിട്ട് ഡയോഡ് കറണ്ട് കടത്തി വിട്ടിട്ട് ഇത് ഇവിടെ എന്തായിരിക്കും, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു പൾസേറ്റിംഗ് DC ആണ് കേട്ടോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സോ ലാസ്റ്റ് വരുന്ന പൾസേറ്റിംഗ് DC ലോഡ് റെസിസ്റ്റൻസിലായിരിക്കും വരുന്നത്. അപ്പം നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻ റിവേഴ്സ് ബയാസ് ഡയോഡ് വിൽ നോട്ട് കണ്ടക്ട്, സോ കറണ്ട് ഫ്ലോ ത്രൂ ദ ഡയോഡ് ഉണ്ടാവില്ല. ആ ഒരു ഡയോഡിൽ കൂടെ കറണ്ട് ഫ്ലോ നടക്കത്തില്ല. ഓക്കെ, അപ്പം നമുക്കറിയാവുന്ന കാര്യം ലാസ്റ്റ് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ആ ഒരു സോഴ്സ് ഉണ്ടല്ലോ, കറണ്ട്, അത് റിപ്പിൾസ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ആ ഒരു വേവ് ഫോംസിന്. അപ്പം ഈ ഒരു റിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്തിട്ടുള്ള റെക്ടിഫയർ ഔട്ട്പുട്ടിൽ റിമൈനിങ് ആയിട്ട് തന്നെ ഓൾട്ടർനേറ്റിംഗ് കോമ്പണൻസ്, അതായത് നമ്മൾ AC കോമ്പണൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇതിനെയാണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു റിപ്പിൾ ഫാക്ടർ ഹാഫ് വേവ് റെക്ടിഫയറിൽ ഹൈ ആയിരിക്കും. ആൻഡ് ഓൾസോ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ക്വയറ്റ് ലോ ആയിരിക്കും. സോ ഇതൊക്കെ നമുക്ക് സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ യൂസ് ചെയ്തുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു റിപ്പിൾ ഫാക്ടർ അല്ലെങ്കിൽ അതിൻ്റെ റിപ്പിൾ ഫാക്ടർ ഹയർ ആയതുകൊണ്ടും പിന്നെ അതിൻ്റെ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ക്വയറ്റ് ലോ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയർ. അതുകൂടാതെ തന്നെ നമുക്ക് ബോത്ത് സൈക്കിളിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് കണ്ടക്ഷൻ നടത്താനും എന്ത് സഹായിക്കുന്നുണ്ട്, ഫുൾ വേവ് റെക്ടിഫയർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ നോക്കാം. ഇതിൽ 2 ഡയോഡ്സ് ഉണ്ട് കേട്ടോ, ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഡയോഡ് D1 ആൻഡ് ഡയോഡ് D2. അപ്പോൾ 2 ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ ഈ ഒരു ഡയോഡ്സ് ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് എൻഡ് ഓഫ് ദി സെൻറ്റർ ടാപ്ഡ് സെക്കൻഡറി ട്രാൻസ്ഫോമറാണ്. ഇതൊരു സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ആണ്. സോ അതിൻ്റെ 2 എൻഡിലുമായിട്ടാണ് ഈ ഒരു ഡയോഡ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് സെക്കൻഡറി വൈൻഡിങ്ങിൽ. ഓക്കെ, സോ ഈ ഒരു സെൻറ്റർ ടാപ്പ് ഈസ് യൂഷ്വലി കൺസിഡർ ചെയ്യുന്നത് ഗ്രൗണ്ട് പോയിൻ്റ് ഓർ ദി 0 വോൾട്ടേജ് റെഫറൻസ് പോയിൻ്റ് ആണ്. ഇവിടെ സെൻറ്റർ ടാപ്പ് ചെയ്തിട്ടുണ്ടാവില്ലേ, ഇതാണ് ഗ്രൗണ്ട് പോയിൻ്റ് അല്ലെങ്കിൽ 0 റെഫറൻസ് പോയിൻ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ആൻഡ് ഫുൾ വേവ് റെക്ടിഫയറിലേക്ക് വരുന്നതാണെങ്കിൽ ഈ ഒരു ചിത്രം നോക്കൂ നിങ്ങൾ. ചിത്രത്തിൽ AC ഇൻപുട്ട് കോയിലിൽ കൊടുത്തു അല്ലേ. ഈ ഒരു AC മീൻസ് ഫസ്റ്റ് പ്രൈമറി കോയിലിൽ കൊടുത്തു. ഈ ഒരു ഇൻപുട്ട് സെക്കൻഡറി എൻസിലുള്ള P1 പോസിറ്റീവ് ആക്കും. ഇവിടെ P1 ആൻഡ് P2 എന്ന് നമുക്ക് കൊടുക്കാം. അപ്പം ഈ ഒരു
എ സി മെയിൻസ് ഇൻപുട്ടിലുള്ളത് എന്താണ് സെക്കൻഡറി വൈൻഡിങ്ങിലെത്തി ഈ ഒരു P1 പോസിറ്റീവും P2 നെഗറ്റീവും ആക്കി മാറ്റുന്നുണ്ട്. ഇനി എ സി സിഗ്നലിലെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവുമല്ലോ, ഇതാണ് നമുക്ക് തരുന്ന ഇൻപുട്ട് സിഗ്നൽ വരുന്നത്. ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വൺ. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു ഹാഫ് സൈക്കിളിൽ സെക്കൻഡറി പോയിന്റിലെ D1 പോസിറ്റീവ് ആയിരിക്കും. D1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡയോഡ് D1 അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ഡയോഡ് എന്തായിരിക്കും? അത് നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഗ്രൗണ്ട് പോയിന്റ് വിൽ ഹാവ് എ 0 വോൾട്ട്. സോ P2 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, P2 നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം ഡയോഡ് D1 വിൽ ബി ഫോർവേഡ് ബയാസ് അല്ലേ? ഡയോഡ് D1 ഫോർവേഡ് ബയാസിലായിരിക്കും. ദെർഫോർ ദി D2 എന്തായിരിക്കും? റിവേഴ്സ് ബയാസിലായിരിക്കും. ഓക്കെ, നമുക്കറിയാം D1 കേസിൽ എന്തായിരിക്കും? ഡയോഡ് ഫസ്റ്റ് മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. റിവേഴ്സ് ബയാസിലുള്ള ഡയോഡ് D2 കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പം ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ D1 ഇവിടെ കണ്ടക്ട് ചെയ്തു, അതിൻ്റെ പിന്നീട് അത് കണ്ടക്ട് ചെയ്യുന്നില്ല. ആൻഡ് ദെൻ ദിസ് ഈസ് കണ്ടക്ട്. പിന്നെ വരുന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ് D1 കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഇത് നമ്മൾ മാറ്റി കൊടുത്തു. ഇവിടെ പോസിറ്റീവ് P2 നെഗറ്റീവായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അതിനിപ്പോൾ പോസിറ്റീവായി. ആൻഡ് P1 ആൻഡ് P2 ഇനിയിപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു. രണ്ടാമത്തെ ഹാഫ് സൈക്കിൾ ഇവിടെ അല്ലേ? രണ്ടാമത്തെ ഹാഫ് സൈക്കിളിൽ P2 പോസിറ്റീവും P1 നെഗറ്റീവും ആയി കൊടുത്തു. അപ്പോൾ എന്തായിരിക്കും? D2 ആണ് പോസിറ്റീവായിട്ട് വരുന്നത്, ഡയോഡ് സെക്കൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ. അപ്പോൾ ഈ ഒരു ഡയോഡ് ഫോർവേഡ് ബയാസിൽ ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയാസിലാവുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു D2 കണ്ടക്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇതിൻ്റെ ഔട്ട്പുട്ട് ഗ്രാഫ് വരുന്നത് കേട്ടോ. സോ ഈ ഒരു ഒബ്വിയസ്ലി അന്നേരം D1 എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും വരുന്നത്. സോ അതിൻ്റെ രണ്ടും കൂടി ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇത് തമ്മിലിങ്ങനെ കണ്ടക്ട് ചെയ്ത്, ഒന്ന് ഫോർവേഡ് ബയാസിലിരിക്കുമ്പോൾ മറ്റേത് റിവേഴ്സ് ബയാസിലായിരിക്കും. ഓൾട്ടർനേറ്റീവായിട്ട് വന്നിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും. എന്തായിരിക്കും? ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഗ്രാഫ് കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് ഈസ് ദി റെക്ടിഫൈഡ് കൺസിസ്റ്റ് ഓഫ് എ DC കോമ്പണൻറ്റ് ആൻഡ് എ ലോട്ട് ഓഫ് AC കോമ്പണൻറ്റ് ഓഫ് മൈന്യൂട്ട് ആംപ്ലിറ്റ്യൂഡ്. ഇത്രയേ ഉള്ളൂ ഫുൾ വേവ് ആൻഡ് ഹാഫ് വേവ് റെക്ടിഫയേഴ്സിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ, ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് DC ഔട്ട്പുട്ടിൽ കിട്ടുന്ന ആ ഒരു കറണ്ട് ഉണ്ടല്ലോ, കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ I=V/R ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അതിൻ്റെ V എന്ന് വെച്ച് കഴിഞ്ഞാൽ DC സോഴ്സ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ലോഡ് റെസിസ്റ്റൻസിൽ ഉള്ള അതിനെയാണ് RL എന്ന് പറയുന്നത്. VD=VM ഡിവൈഡഡ് ബൈ πRL ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പം അതിൻ്റെ IDC വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ കിട്ടുന്ന കറണ്ടിൻ്റെ ഇക്വേഷനാണത് വരുന്നത്. സിൻസ് ഇനിയിപ്പോൾ ഫുൾ വേവിൻ്റെ നോക്കുന്നതാണെങ്കിൽ, സിൻസ് കറണ്ട് ത്രൂ ദ ലോഡ് നൗ ഫ്ലോസ് ഓവർ ദ എൻറ്റയർ സൈക്കിൾ ഓഫ് ദി സൈൻ വേവ്, ദിസ് ഈസ് കോൾഡ് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ. ദ DC വോൾട്ടേജ് VDC ആൻഡ് DC കറണ്ട് IDC ആർ ഗിവൺ ബിലോ. അപ്പം DC വോൾട്ടേജ് VDC = 2 × VM/π ആയിരിക്കും. ആൻഡ് DC കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ VDC ഡിവൈഡഡ് ബൈ RL ആണ്. അത് ഫുൾ വേവ് ആണല്ലോ, ഹാഫ് വേവിന് VM/πRL ഉള്ളൂ. ഇതിപ്പോൾ ഫുൾ വേവ് ആയതുകൊണ്ട് തന്നെ രണ്ട് ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് 2 VM/πRL ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെനർ ഡയോഡിനെയാണ്. സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പം സെനർ ഡയോഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പം സെനർ ഡയോഡിനെ ഞാൻ എന്തായാലും ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്യാം, എന്നാൽ ആ ഒരു വോൾട്ടേജ് റെഗുലേറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം സെനർ ഡയോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡാണ്. കറണ്ട് അലോ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഫോർവേഡ് ഡിറക്ഷനിൽ മാത്രമല്ല റിവേഴ്സ് ഡിറക്ഷനിലും
ഒരു കറണ്ട് കണ്ടക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഡയോഡാണ് സെനർ ഡയോഡ്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാമല്ലോ, അതിൻ്റെ സിമ്പിളാണ് കേട്ടോ വരുന്നത്. ദിസ് വൺ ഈസ് ദ ആനോഡ് പൊസിഷൻ, ദാറ്റ് ഈസ് പോസിറ്റീവ് ടെർമിനലാണ് ആ ഒരു സെനർ ഡയോഡിൻ്റെ. ദിസ് ഈസ് ദി കാഥോഡ് പൊസിഷൻ ആൻഡ് ദ നെഗറ്റീവ് ടെർമിനൽ. അപ്പം ഈ ഒരു ഭാഗത്ത് സെനർ ഡയോഡ് ഉണ്ടല്ലോ, ആ ഒരു സെനർ ഡയോഡിനെയാണ് ഇപ്പം ഇവിടെ കാണുന്നത്, ആനോഡ് ആൻഡ് കാഥോഡ്. സോ ഇനിയിപ്പം ഫോർവേഡ് ബയാസിൽ ലൈക്ക് റെഗുലർ ഡയോഡിനെ പോലെ തന്നെയാണ് ഫോർവേഡ് ബയാസിൽ ഇത് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ പി എൻ ജംഗ്ഷൻ ഡയോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ആൻഡ് റിവേഴ്സ് ബയാസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇതിൻ്റെ ഫോർവേഡ് ബയാസിൽ ഇതിങ്ങനെയായിരിക്കും വരുന്നത്. ആൻഡ് റിവേഴ്സ് ബയാസിൽ ഒരു സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ട് ഇതിന്. ഇവിടെയാണ് കേട്ടോ നമ്മളിപ്പോൾ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് വിചാരിക്കാം. അപ്പം അതുവരെ കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവത്തില്ല. നോർമൽ പി എൻ ജംഗ്ഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ റിവേഴ്സ് ബയാസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് വർക്ക് ആവുന്നില്ല അല്ലേ, പി എൻ ജംഗ്ഷൻ ഡാമേജ്ഡ് ആവും, കൂടുതൽ കറണ്ട് കൊടുക്കുകയാണല്ലോ. പക്ഷേ ഈ ഒരു സെനർ ഡയോഡിൽ ഈ വരെയുള്ളൊരു പോർഷനിൽ കറണ്ട് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താ കണ്ടക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു സെനർ വോൾട്ട് ഉണ്ട്, സെനർ വോൾട്ടേജ് ഒരു അതിൽ കൂടുതൽ സെനർ ബ്രേക്ക് ഡൗണിന് കൂടുതൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടക്റ്റ് ചെയ്യും. ആൻഡ് ദ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും സെനർ ഡയോഡ്സിനെ വോൾട്ടേജ് റെഗുലേറ്റിംഗ് ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിഞ്ഞാലും അതിന് ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അതിന് റിവേഴ്സ് ബയാസിലും കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പം സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീ പാരാമീറ്റർ ഓഫ് ദി സെനർ ഡയോഡാണ്. അപ്പം when the reverse voltage across the diode reaches this value, the diode begins to conduct in reverse, maintaining a suitable voltage. Okay. ഇനിയിപ്പം സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹെൻസ് ഇവിടെ എന്താണ് കാണുന്നത് അല്ലേ, ഇൻപുട്ടായിട്ട് റെഗുലേറ്ററിൽ widely used in voltage regulation circuitലാണ്. maintaining a constant output voltage despite the variation in output voltage or load condition. അപ്പം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിലാണ്. റെഗുലേറ്റ് ടു വോൾട്ടേജ് അൺലൈക്ക് റെഗുലർ ഡയോഡ്സ് that block reverse current until breakdown, Zener diodes are designed to reliability and enter the breakdown region. Okay. അപ്പം ഈ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കാം, നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്കിവിടെ ഒരു വോൾട്ടേജ് സപ്ലൈ സർക്യൂട്ടാണ് ഇവിടെ ഷോൺ ചെയ്തിരിക്കുന്നത് ഫിഗർ 29.8. ഇതെന്താണ് കൺസിസ്റ്റ് ചെയ്യുന്നത്, ഒരു സെനർ ഡയോഡ് വിത്ത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് VZ അല്ലേ. ഒരു സെനർ ഡയോഡ് ഉണ്ട്, അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്താണ് VZ ഉണ്ട്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ദി സ്റ്റെബിലൈസ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് V0. അപ്പോൾ നമുക്ക് എന്താണ് ഒരു പിക്ചറിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സെനർ വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അതിൻ്റെ സ്റ്റെബിലൈസ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജുമായിട്ട് ഈക്വൽ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ദ സ്യൂട്ടബിൾ സീരീസ് റെസിസ്റ്റൻസ് R is included to control circuit current. ഇവിടെ എന്താണ് ഈ ഒരു RL ഇതിന് പാരലായിട്ട് എന്താണ് ഈ ഒരു സർക്യൂട്ടിൽ അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ഡിസിപ്പേറ്റ് എക്സസ് വോൾട്ടേജ്, കൺട്രോൾ ദി സർക്യൂട്ട് കറണ്ട് ആൻഡ് ദി ഡിസിപ്പേറ്റ് എക്സസ് വോൾട്ടേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു RL അല്ല കേട്ടോ, RS ആണ് ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരുന്നത്. ആ ഒരു കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് RS വരുന്നത്. ആൻഡ് ഓക്കെ, ആൻഡ് ദ ആനോഡ് ഓഫ് ദി സെനർ ഡയോഡ് ഈസ് കണക്റ്റഡ് ടു ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് ഇൻപുട്ട് അല്ലേ. ഈ ഒരു ആനോഡ് എന്താണ് നമുക്കറിയാം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ദിസ് ജംഗ്ഷൻ ഇസ് ദ ആനോഡ് ടെർമിനൽ. സോ ഇത് പവർ സപ്ലൈൻ്റെ നെഗറ്റീവ് ടെർമിനലും ആയിട്ടാണ്. ആൻഡ് കാഥോഡ് ആൻഡ് ദ പോസിറ്റീവ് ടെർമിനലും ആയിട്ടാണ്
and the series with the RS2 positive terminal of the input supply. ഇപ്പോൾ സെനർ ഈസ് ദി കണക്റ്റഡ് ഇൻ റിവേഴ്സ് ബയസ് കണ്ടീഷനിലാണ് അല്ലേ. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് സെനർ ഡയോഡ് ബോത്ത് കേസിലും വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഇൻ ദി റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതിനെ കൊണ്ടാണ് സെനർ ഡയോഡ് നമ്മൾ കുറച്ചും കൂടെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചിത്രത്തിൽ എന്താണ് വോൾട്ടേജ് ലോഡ് റെസിസ്റ്റൻ്റ് ഈ ഒരു സെനറുമായിട്ട് എന്താണ് പാരലൽ ആയിട്ടാണ് അല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത് across the Zener diode. The Zener regulator will only operate if the input supply voltage to the regulator. ഇപ്പം വി ഐ ഈസ് ഗ്രേറ്റർ ദാൻ വി സെഡ്. ഈ ഒരു വി ഐ ഉണ്ടാവല്ലോ ഇൻപുട്ട് വോൾട്ടേജ്, അത് വി സെഡിനേക്കാളും കൂടുതലാവുന്നതാണെങ്കിൽ, വി സെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെനർ വോൾട്ടേജ് ആണ്, സെനർ വോൾട്ടേജിനേക്കാളും കൂടുതലാവുന്നതാണെങ്കിലാണ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. അപ്പോഴാണ് എ വോൾട്ടേജ് അക്രോസ് ഇറ്റ് റിമെയിൻസ് നിയർലി കോൺസ്റ്റൻ്റ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ്. So the current IS passing through the RS is given by the equations. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇക്വേഷൻ വരുന്നത് IS is equal to DI minus VZ divided by RS ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ്, ഇപ്പോൾ ഈ ഒരു കറണ്ടിനെ രണ്ട് പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ സെനർ കറണ്ട് IZ ആൻഡ് ലോഡ് കറണ്ട് IL. അപ്ലൈയിങ് കിർച്ചോഫ് ലോ വി ക്യാൻ റൈറ്റ് IS is equal to IZ plus IL, അല്ലെങ്കിൽ IZ is equal to കിർച്ചോഫ് ലോ പ്രകാരമാണ് കേട്ടോ. കറണ്ടിന് ഇങ്ങനെ രണ്ടായിട്ട് എന്താണ് നമ്മളിപ്പം സെപ്പറേറ്റ് ചെയ്യാണല്ലോ. IZ is equal to IS minus IL ആയിരിക്കും. ഇപ്പം സെൻട്രൽ ഡയോഡിൻ്റെ കേസിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സം കറണ്ട് IZ മിനിമം ആയിരിക്കും, ഷുഡ് ഓൾവേസ് ഫ്ലോ ത്രൂ ഇറ്റ് അല്ലേ. അപ്പോൾ ഒരു സെൻട്രൽ ഡയോഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു മിനിമം സെൻട്രൽ കറണ്ട് അതിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. ദെർഫോർ ദ ലോഡ് കറണ്ട് IL ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ ദി മെയിൻ കറണ്ട്. മെയിൻ കറണ്ട് ആയിട്ടുള്ള ISനേക്കാളും ചെറുതായിരിക്കും എന്താണ് ലോഡ് കറണ്ട് വരുന്നത്. സോ ടിപ്പിക്കൽ വാല്യൂ ഓഫ് IZ മിനിമം മേ റേഞ്ച് ഫ്രം 5 mA to 20 mA ആയിരിക്കും അതിൻ്റെ റേഞ്ച് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ലോഡ് കറണ്ട് ഉണ്ടാവുമല്ലോ, ആ ഒരു ലോഡ് കറണ്ട് 0 ആവുന്നതാണെങ്കിൽ ആൻഡ് ദ എൻറ്റയർ IS വിൽ പാസ് ത്രൂ, അതായത് മെയിൻ കറണ്ട് സെൻട്രൽ ഡയോഡിലേക്ക് പോകുന്ന ആ ഒരു മെയിൻ കറണ്ട് ഉണ്ടാവുമല്ലോ IS, ഒന്നും കൂടെ പറയാം. ഇതൊന്ന് ലോഡ് കറണ്ട് ഉണ്ടാവുമല്ലോ, ഇത് 0 ആവുന്നതാണെങ്കിൽ ഇപ്പം സെനറിലൂടെ പോകുന്ന ഈ ഒരു കറണ്ട് ഉണ്ടല്ലോ IS, ഓക്കെ, ആൻഡ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു VZ. അപ്പം ഈ ഒരു കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും VZന് ഈക്വൽ ആവുന്നതാണ് പറയുന്നത്, സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് ഈക്വൽ ആവുന്നതാണ് പറയുന്നത്. ആൻഡ് വെൻ സം ലോഡ് കറണ്ട് ഈസ് ഡ്രോൺ, സേ IL, the Zener current will decrease by the same amount but the output voltage will remain VZ. അപ്പം അത് ഒന്നും കൂടെ ലോഡ് കറണ്ട് ഡ്രോൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെനർ കറണ്ട് ഡിക്രീസ് ചെയ്യും, പക്ഷേ അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവുമല്ലോ അത് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൻ്റെ തുല്യമായിട്ട് തന്നെ നിൽക്കും. So if the AC main voltage increases or decreases, the input voltage VI will increase or decrease accordingly. അതായത് നമ്മൾ കൊടുക്കുന്ന ഇതിപ്പം ഇവിടെ AC കൊടുക്കുന്നുണ്ടല്ലോ, അത് ഡിക്രീസ് ചെയ്യുന്നതാണെങ്കിൽ VIയും ഓൾസോ ഇൻക്രീസ് ചെയ്യുന്നതാണെങ്കിൽ VI ഓൾസോ ഇൻക്രീസ്, അപ്പോൾ ഇത് ഡിക്രീസ് ചെയ്യുന്നതാണെങ്കിൽ VI ഓൾസോ ഡിക്രീസ് ചെയ്യുന്നതാണ് കേട്ടോ പറയുന്നത്. സോ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ചേഞ്ച് ഓഫ് IS. അപ്പം മെയിൻ കറണ്ടിൽ ചേഞ്ച് ഇത് വരുത്തുന്നുണ്ട്. ഓക്കെ, അപ്പം ഡ്യൂ ടു ചേഞ്ച് ഇൻ ഈ ഒരു മെയിൻ കറണ്ട്, ദ ചേഞ്ച് ഇൻ VI വിൽ അപ്പിയർ ആസ് എ ഡ്രോപ്പ് അക്രോസ് ദി സീരീസ് റെസിസ്റ്റൻസ് RS. അപ്പം മെയിൻ കറണ്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോഴെന്താണ് ഇവിടെ ഉണ്ടാവുമല്ലോ, ഈ ഒരു റെസിസ്റ്റൻസിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പം സെനർ വോൾട്ടേജ് VZ ആൻഡ് ഹെൻസ് V0 വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. അപ്പം ഈ ഒരു സെനർ വോൾട്ടേജും ആൻഡ് ദി ഔട്ട്പുട്ട് വോൾട്ടേജും റിമെയിൻ അൺചേഞ്ച്ഡ് ആയിട്ട് പോകുന്നു. ദസ് വി സീ ദാറ്റ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഹാസ് ബീൻ സ്റ്റെബിലൈസ്ഡ് അഗെയിൻസ്റ്റ് ദി വേരിയേഷൻസ് ഇൻ ദി കറണ്ട് ഇൻ ദ ഇൻപുട്ട് വോൾട്ടേജ്. അതായത് നമുക്ക് അന്നേരം എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ദാറ്റ് ഈസ് എൻ്റെ ഇൻപുട്ട് വോൾട്ടേജിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടായാൽ പോലും ഔട്ട്പുട്ട് വോൾട്ടേജ്
റിമെയിൻ അൺചേഞ്ച്ഡ് ആയിട്ട് വരുന്നു. ഇത് തന്നെയാണ് സാനർ ഡയോഡ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം അല്ലേ, ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഹെൻസ് the power dissipation in Sanar diode is given by the relation PD is equal to Vz into Iz ആയിരിക്കും. This dissipation should be exceed the maximum power dissipation rating recommended by the manufacturer for Sanar diode. Let us now understand the design of Sanar regulated power supply with a one example. അപ്പോൾ നമുക്കൊരു വൺ എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ the load current varies from 0 to 100 mA and input supply voltage varies from 16.5 volt to 21 volt in a circuit. Okay, and design a circuit for stabilized DC supply of 6 volt. അപ്പം നമ്മൾ എന്താണ് സാനർ ഡയോഡിനെ നമ്മൾ 6 വോൾട്ട് ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. ലെറ്റ് Iz ഈസ് ഇക്വൽ ടു 5. സെറ്റ് എന്തായിരിക്കും സെനർ വെൻ ദർ ഈസ് നോ ലോഡ് കറണ്ട് അല്ലേ, ലോഡ് കറണ്ട് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 100 പ്ലസ് 5 ആയിരിക്കും. ദറ്റ് ഈസ് 0.105 A ആയിരിക്കും കേട്ടോ. ദ വാല്യൂ ഓഫ് RS ഉണ്ടല്ലോ, ഈ ഒരു RSൻ്റെ വാല്യൂ determined by the minimum input voltage and the maximum required current. So hence we can write the അവിടെ ഉണ്ടാവുന്ന ഈ ഒരു സീരീസ് റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്നതിൻ്റെ നമ്മൾ നോക്കാം VZ മിനിമം മൈനസ് VZ ആയിരിക്കും. അപ്പം ഇതിൻ്റെ വോൾട്ടേജ് അതിൻ്റെ മിനിമം മൈനസ് VZ ശരിക്കുള്ള വോൾട്ടേജ്. അപ്പം അത് വെച്ച് നോക്കുമ്പം ഇത് 6 വോൾട്ടാണ് കേട്ടോ. സോ ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ I max ആണ്. അപ്പം VZ മിനിമം എന്തായിരിക്കും 16.5 ആണ് വരുന്നത്. ആൻഡ് ദി VZ എന്ന് ഈക്വൽ ടു 6 വോൾട്ട് എന്ന് ഈ ഒരു പിക്ചറിൽ തന്നെ ഉണ്ട്. ഡിവൈഡഡ് ബൈ 105 mA ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 10+5 മാഗ്നിറ്റ്യൂഡ് നേരത്തെ ലോഡ് കറൻറ്റിൻ്റെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് ഇവിടെ കാണിക്കുന്നത്. സോ RS ഈക്വൽ ടു നമുക്ക് 100 ohm കിട്ടിയിട്ടുണ്ട് കേട്ടോ. So the current through the Sanar diode will be maximum when the input voltage is maximum, that is 21 V and IL is equal to 0. Therefore the maximum Sanar current I max is equal to I max എന്താണ്, I max is equal to നമുക്ക് എന്ത് എഴുതാം, 21 V minus 6 V divided by 100 ohm എന്ന് എഴുതാം. അപ്പം ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.15 A ആയിരിക്കും കേട്ടോ. അപ്പോൾ I max, അപ്പോൾ ദ മാക്സിമം പവർ ഡിസിപ്പേഷൻ ഇൻ ദ ഡയോഡ് ഈസ്, പവർ ഡിസിപ്പേഷൻ എന്തായിരിക്കും വരുന്നത് 6V ഇൻറ്റു 0.15 A ആയിരിക്കും. ദാറ്റ് ഈസ് 0.9 വോൾട്ട് ആയിരിക്കും കേട്ടോ. So it means that we should use a Sanar diode of 6 voltage, 1 volt and resistance RS of 100 ohm. It should be connected in the circuits and shown above. So it will give a stable output of 6 volt for the specified range of load and input variations. Okay. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ട്രാൻസിസ്റ്റർ ആസ് എ ആംപ്ലിഫയർ ആയിട്ടാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംപ്ലിഫയർ, നോർമലി ആംപ്ലിഫയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമല്ലോ, നമ്മുടെ വീക്ക് ഇലക്ട്രിക് സിഗ്നലിനെ കൂടുതലും ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സ്ട്രോങ് ഇലക്ട്രിക് സിഗ്നൽസ് ഒക്കെ ആക്കിയിട്ട് മാറ്റുന്നത്. നമ്മളിപ്പം മൈക്കിലൂടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് ലൗഡ് സ്പീക്കറിൽ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ആംപ്ലിഫിക്കേഷൻ നോക്കുന്നത്. ഓക്കെ, അപ്പം ദ ആംപ്ലിഫയർ ഇൻക്രീസസ് ദി ലെവൽ ഓഫ് ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ഗിവ്സ് ഔട്ട് മാഗ്നിഫൈഡ് ഔട്ട്പുട്ട്. ആൻഡ് ഇഫ് Vi ഈസ് ദി ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ് ഫെഡ് ടു ദ ആംപ്ലിഫയർ ആൻഡ് V0 ഡിനോട്ട്സ് ദി ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം അന്നേരം V0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടാണ് വരുന്നത്. ഈ ഒരു V0 ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടും ആൻഡ് Vi ഈസ് ദി ആംപ്ലിഫൈഡ് ഇൻപുട്ടുമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കും, വോൾട്ടേജ് ഗെയിന്
ഗെയിനെ എ കൊണ്ടാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജിൻ്റെ ഗെയിൻ അതിനെ കൊണ്ട് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. സോ സിമിലർലി വി ക്യാൻ ഡിഫൈൻ ദി കറണ്ട് ഗെയിൻ ആൻഡ് പവർ ഗെയിൻ ആസ്. ഇപ്പം കറണ്ട് ഗെയിൻ എ ഐ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഔട്ട്പുട്ടിലെ കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ടിലെ കറണ്ട്. ആൻഡ് പവർ ഗെയിൻ ആണെങ്കിൽ എന്തായിരിക്കും, ഔട്ട്പുട്ടിലെ പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ടിലെ പവർ. അതാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് ബേസിക് ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ ഒരു കോമൺ എമിറ്റർ മോഡലുള്ള NPN ട്രാൻസിസ്റ്ററിൻ്റെ ഒരു പിക്ചർ കേട്ടോ. സോ ഈ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് നോക്കാം. ഒരു സർക്യൂട്ടിൽ എന്താണ് വരുന്നത്, NPN ട്രാൻസിസ്റ്ററാണ്, CE മോഡിലാണ് വരുന്നത്. കളക്ടർ ഉണ്ടല്ലോ അത് റിവേഴ്സ് ബയാസിലാണ് വരുന്നത്. ദിസ് കളക്ടർ ഈസ് റിവേഴ്സ് ബയാസിലാണ് വരുന്നത്. ആൻഡ് ദ ലോഡ് റെസിസ്റ്റൻസ് RL ബൈ ദി ബാറ്ററി VC. VC ആയിട്ട് ലോഡ് റെസിസ്റ്റൻസ്, ഇത് VC ആണ് കേട്ടോ. ഈ ഒരു ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബേസ് കറണ്ട് IB ഫ്ലോസ്, ബേസ് എന്ന് പോകുന്ന കറണ്ടാണ് IB ഫ്ലോ ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് സ്റ്റേജ് വിൽ ബി റീച്ച്ഡ് വെൻ IC ബിക്കംസ് ഓൾമോസ്റ്റ് current IC will start flowing. On decreasing IB, a stage will be reached when IC become almost 0. So this is the lower limit of the variation of IB. And similarly on increasing IB, നമ്മൾ ഇവിടുത്തുള്ള ആ ഒരു ബേസ് കറണ്ട് ഉണ്ടല്ലോ അത് ഇൻക്രീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അഗെയിൻ ദ സ്റ്റേജ് ഓഫ് സാച്ചുറേഷൻ ഈസ് റീച്ച്ഡ്. അല്ലേ, സാച്ചുറേഷൻ സ്റ്റേജ് കിട്ടുന്നുണ്ട്. ആൻഡ് IC സ്റ്റോപ്പ് ഇൻക്രീസിങ്. IC എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്, കുറയ്ക്കും. ഓക്കെ, അപ്പം എനിവേ നമ്മളിപ്പം ഇതിൽ ഫസ്റ്റ് വരുന്ന DC ബയാസിങ് ഒന്ന് നോക്കാം. നമുക്ക് ആ ഒരു NPN ട്രാൻസിസ്റ്ററിൽ ദ ബേസ് എമിറ്റർ ജംഗ്ഷന് ഫോർവേഡ് ബയാസിലായിരിക്കും. നിങ്ങൾക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. ദിസ് ഈസ് ദി ബേസ് എമിറ്റർ ജംഗ്ഷൻ. ഈ ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയാസിൽ ആൻഡ് കളക്ടർ എമിറ്റർ ജംഗ്ഷന് റിവേഴ്സ് ബയാസിലായിരിക്കും. അപ്പോൾ പ്രോപ്പർ ബയാസിങ് ക്രിട്ടിക്കൽ ടു ദി ട്രാൻസിസ്റ്റർ ഇൻ ദി ആക്റ്റീവ് റീജിയൻ വേർ ഇറ്റ് ബിഹേവ്സ് എ ലീനിയർ ആംപ്ലിഫയർ ആയിട്ടായിരിക്കും അത് ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഒരു സ്മോൾ AC ഇൻപുട്ട് സിഗ്നൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ദി DC ബയാസ് അറ്റ് ദി ബേസ്. അല്ലേ, ഇവിടെ ഒരു DC ബയാസ് വരുന്നുണ്ട്. സോ ദിസ് സിഗ്നൽ കോസസ് സ്മോൾ വേരിയേഷൻ ഇൻ ദി BC കറണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു നോക്കാം. സോ ഡ്യൂ ടു ദ ട്രാൻസിസ്റ്റർ വിൽ ഗോ ഓഫ് ഇൻ ടു കട്ട് ഓഫ് ഓർ സാച്ചുറേഷൻ റീജിയൻ. ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് വിൽ ബി ഹൈലി ഡിസ്റ്റോർട്ടഡ് ആൻഡ് നോയ്സി. നമുക്ക് കിട്ടുന്ന ആംപ്ലിഫൈ ചെയ്തിരിക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ അത് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. ആൻഡ് ആ ഒരു കിട്ടുന്ന ആ ഒരു സിഗ്നൽ ദറ്റ് ഈസ് ദിസ് വൺ ഡെൽറ്റ IB ഈസ് ഈക്വൽ ടു VS ബൈ RI ആണ്. അപ്പോൾ RI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. ആൻഡ് ദിസ് ചേഞ്ച് ഇൻ ബേസ് കറണ്ട് delta IB results in a large change in collector current, say delta IC given by. അപ്പം delta IC is equal to beta delta IB ആണ്. അപ്പം this is equal to beta versus VS divided by RI ആയിരിക്കും കേട്ടോ. delta IB ഇതാ നേരത്തെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, VS by RI ആണ്. this one delta IB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പം അത് കൊടുത്തു. വേർ ബീറ്റ ഈസ് ദി AC കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഈക്വൽ ടു ഡെൽറ്റ IC ബാർ ഡെൽറ്റ IB. ഫ്രം ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ പ്രകാരം എന്താണ് വി ഗെറ്റ് VS ഈക്വൽ ടു ഡെൽറ്റ IC ഇൻറ്റു RI ബൈ ബീറ്റ. അപ്പോൾ കിർച്ചോഫ് ലോ ഔട്ട്പുട്ട് സർക്യൂട്ടിൽ കൊടുക്കുന്ന എന്താണെങ്കിലും നമുക്ക് എന്താ കിട്ടുന്നത്, VCC ഈക്വൽ ടു VCE പ്ലസ് ICRL ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഓൺ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ ഏത്, ഈ ലാസ്റ്റ് കിട്ടിയ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, DVCC ഈക്വൽ ടു DVCI. അത് ഡിഫറൻഷ്യ കൊടുക്കുന്നതാണല്ലോ, ദാറ്റ് ഈസ് ഇക്വൽ DIC ഇൻറ്റു RL ആയിരിക്കും. സോ സിൻസ് VCC ഈസ് കോൺസ്റ്റൻറ്റ്, അതായത് അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഡിഫറൻഷ്യലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെർഫോർ വി ഗെറ്റ് DVC ഈക്വൽ ടു മൈനസ് DIC ഇൻറ്റു RL ആയിരിക്കും. സോ DVC ഉണ്ടല്ലോ, VCE ഈസ് ദി ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡെൽറ്റ V0 ആൻഡ് VIC
in IC. Therefore the delta V0 is equal to minus delta IC into RL ആണ്. So the voltage gain AV of the amplifier is given by AV is equal to V0 by VS is equal to V0 നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള കാര്യമാണ്, IC into RL ആണല്ലേ വരുന്നത്. അപ്പം ഈ ഒരു V0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഡെൽറ്റ IC ഇൻറ്റു RL ആണ്. സോ VS എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അതിൻ്റെ മുൻപേ പറഞ്ഞിട്ടുണ്ട്, അത് ഇതുമാണ്. സോ ഹെൻസ് വി ഫൈനലി ഗെറ്റ് ദിസ് ഇക്വേഷൻ AV is equal to minus beta into RL divided by RI ആയിരിക്കും കേട്ടോ. So the ratio beta by RI is called the transconductance of the transistor and is denoted by GM. Hence equation ഈ ഒരു ഇക്വേഷൻ്റെ മുകളിലുള്ള മൈനസ് ബി ഇൻറ്റു RL ബൈ RIനെ എന്നെങ്ങനെ എഴുതാം നമുക്ക്? AV ഇസ് ഈക്വൽ ടു മൈനസ് GM ഇൻറ്റു RL എന്ന് എഴുതാം. ഓക്കെ, അപ്പം the negative sign indicates that the input and output are in opposite phase, that is they differ in phase by 180 degree and the power gain is given by അവിടെ ഉണ്ടാകുന്ന പവർ എന്താണ്? ഇൻപുട്ടിലെ പവർ ഇൻറ്റു ആ ഒരു കറണ്ടിൻ്റെ കറണ്ട് ഗെയിൻ ഇൻറ്റു വോൾട്ടേജ് ഗെയിൻ ആണ് വരുന്നത്, അതിൻ്റെ പവർ വരുന്നത്. അപ്പം AI is equal to ബീറ്റ ആണ് ആൻഡ് ദി AV. So note that the power gain does not mean that the law of conservation of energy is violated in an amplifier. Okay, law of conservation energy violate ചെയ്യുന്നില്ല ഈ ഒരു ആംപ്ലിഫയറിൽ. So the AC power output of the amplifier is more than the AC input signal power. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് പവർ ആംപ്ലിഫയർ ഔട്ട്പുട്ട് എന്തായിരിക്കും? എന്തായാലും ഇൻപുട്ട് സിഗ്നലിനേക്കാളും മോർ ദാൻ തന്നെ ആയിരിക്കും. ആൻഡ് ദിസ് ഗെയിൻ ഈസ് അച്ചീവ്ഡ് അറ്റ് ദി കോസ്റ്റ് ഓഫ് DC പവർ സപ്ലൈഡ് ബൈ ദി വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ട്രാൻസിസ്റ്റേഴ്സ് അല്ല, സ്വിച്ചസ് യൂസ് ചെയ്യുന്നുണ്ട് ടു ആൻഡ് പുട്ട് ദി ഗാഡ്ജറ്റ്സ് ലൈക്ക് ലാംപ്സ്, ഫാൻസ്, മെഷീൻസ് ഒക്കെ നമ്മൾ ടേൺ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ട് സ്വിച്ചസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഹെൻസ് വി ഹാവ് ഇതാണ് അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഇൻ ദിസ് ഫിഗർ നമുക്ക് നോക്കാം. ഒരു ഫിഗറിൽ ഒരു ഫസ്റ്റ് ഫിഗറായിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു ഇതിൻ്റെ എന്താണ് ഗ്രാഫാണ് വരുന്നത്. In the electronics we come across situations where we need to apply and input some devices in the form of two distinct voltage levels. So ഈ ഒരു ലെവൽ വെച്ചിട്ടാണ് നമ്മൾ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? 1 voltage level is applied and switch is off, the other one is applied. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. Typically such voltage levels are used in കമ്പ്യൂട്ടേഴ്സിലാണ് ഈ ഒരു ലെവൽസ് യൂസ് ചെയ്യുന്നത്. where digital signals are employed. This done by using a transistor in the non-linear region of its operation. So in the transistor characteristics ആണ് ഈ ഒരു ചിത്രത്തിൽ ഷോ ചെയ്തിട്ടുള്ള രണ്ട് എക്സ്ട്രീം റീജിയൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? കട്ട് ഓഫ് റീജിയൻ ആൻഡ് ദി സാച്ചുറേഷൻ റീജിയൻ അല്ലേ? അപ്പം ദ റീജിയൻ ബിലോ ദ 0, അതായത് IBക്ക് താഴെ വരുന്ന ഈ ഒരു IB ഉണ്ടല്ലോ 0, IB ബേസ് കറണ്ട് എന്തായിരിക്കും 0, അതിന് താഴെ വരുന്ന ഈ ഒരു റീജിയനെ നമ്മൾ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് the transistor does not conduct and entire supply voltage VCC appears across the transistor between the collector and the emitter. Okay, that is the output voltage at the collector is VCC. So when the base current IB is greater than its saturation value, നമുക്കുണ്ടാകുന്ന ആ ഒരു ബേസ് കറണ്ട് ഉണ്ടാവുമല്ലോ, അത് സാച്ചുറേഷൻ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ ട്രാൻസിസ്റ്റർ കണ്ടക്ടർ ഫുള്ളി ആൻഡ് കളക്ടർ എമിറ്റർ വോൾട്ടേജ് VCE ഓൾമോസ്റ്റ് 0. So in such cases the output voltage obtained between the collector and ground is 0 and the entire voltage drop appears across RL. That is the collector current IC is equal to VCC divided by RL. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം നോക്കാം.
സോ ഹെൻസ് ഇതാണ് നമ്മുടെ ഈ ഒരു എൻ്റർ ട്രാൻസിസ്റ്റർ റെസറ്റ് സ്വിച്ച് വരുന്നത്. ചിത്രം ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ട്രാൻസിസ്റ്റർ ആസ് ആൻ ഓസിലേറ്റർ ആയിട്ടാണ്. അപ്പം ഈ ഓസിലേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കൺസിസ്റ്റ് ചെയ്യുന്ന 2 ബ്ലോക്സ് കൊണ്ടാണ്. വിത്ത് an amplifier with gain A and a feedback circuit with feedback factor ബീറ്റ വെച്ചിട്ടാണ് കേട്ടോ. സോ ഈ ഒരു സർക്യൂട്ടിൽ എന്താണ്, ഒരു ആംപ്ലിഫയർ ഉണ്ട്, ദറ്റ് ഈസ് ദ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഫീഡ്ബാക്ക്, ഇത് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്, ദറ്റ് ഈസ് ദ ഫീഡ്ബാക്ക് ഈസ് ഗിവ് ടു ബീറ്റ. അപ്പം ഈ ഒരു VI എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ആണ്, ദറ്റ് ഈസ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻറ്റു ഫീഡ്ബാക്ക് ആയിട്ടാണ് കേട്ടോ ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത്. സോ ഇൻ കേസ് എ ബീറ്റ ലെസ് ദാൻ 1, അപ്പോൾ എന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവുമല്ലോ അത് ഡിക്രീസ് ചെയ്യും, കണ്ടിന്യൂസ്ലി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ എ ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ V0 ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. ബട്ട് എ ബീറ്റ ഈക്വൽ ടു 1 ആകുമ്പോൾ എന്തായിരിക്കും, കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും വി ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു സസ്റ്റെയിൻഡ് ഓസിലേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു CE ആംപ്ലിഫയർ കൺസിസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അപ്പം ഇറ്റ് ഹാസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതായത് ഇൻപുട്ടിലും ഔട്ട്പുട്ടും 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവുന്നതാണ്. 180 ഡിഗ്രി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിൽ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് നെഗറ്റീവ് ഗെയിൻ. ആൻഡ് ടു കീപ് ദ ടോട്ടൽ ഫീഡ്ബാക്ക് ഗെയിൻ A beta is equal to 1, we require that beta is also negative equal to A inverse. That is, it is necessary to introduce a phase shift of 180 degree in the feedback circuit as well as. അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു ഓസിലേറ്ററിൽ തന്നെ, ഇത് കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്നാണ് കേട്ടോ പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. വി ഹാവ് ഷോൺ എൻ എ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എൻ ഓസിലേറ്റർ യൂസിങ് LC tank circuit and a transistor amplifier in CE mode. This is called the Colpitts oscillator. And then last topics ആയിട്ടാണ് വരുന്നത് ലോജിക്കൽ ഗേറ്റ്സ്. അപ്പോൾ ലോജിക് ഗേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അപ്പം ഡിജിറ്റൽ ഡേറ്റേനെ അലോ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ലോജിക് ഗേറ്റ്സ് use logic to determine whether or not to pass a signal. Logic gates on the other hand govern the flow of information based on a set of rules. ഇപ്പം നമുക്കുണ്ടല്ലോ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്, ഒരു ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന വേവ്സ് നമുക്ക് 2 തരത്തിലുണ്ട്. ദാറ്റ് ഈസ് വേവ് ഫോംസ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടല്ലോ, അതിന് അനലോഗസ് വേവ് ഫോമും ഉണ്ട് ആൻഡ് ദി ഡിജിറ്റൽ വേവ് ഫോമും ഉണ്ട്. ഇതിൽ ഡിജിറ്റൽ വേവ്സ് വരുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഡിജിറ്റൽ ആകെ 0 and 1 ഫോം മാത്രമേ ഉണ്ടാവുള്ളൂ. 0 and 1 അത് ഇൻഫർമേഷൻ കണ്ടെയ്യുന്ന ഈ ഒരു ബിറ്റ്സ് എന്നാണ് കേട്ടോ ഇതിനെ ഡിനോട്ട് പറയുന്നത്. 0 and 1 ബിറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബിറ്റ്സിൻ്റെ ഫോമാറ്റിലാണ് ആ ഒരു ഇൻഫർമേഷൻ അത് കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലോജിക്കൽ ഗേറ്റ്സിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ലോജിക് ഗേറ്റ്സ് ഈ ഒരു മാത്സ് യൂസ് ചെയ്തിട്ടാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ബേസിക് ലോജിക് ഗേറ്റ്സ് എന്ന് വെച്ചിരുന്നത് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്സ് ആണ്. അപ്പോൾ അത് ഓരോന്നും നമുക്ക് നോക്കാം. ഇപ്പം ഫസ്റ്റ് വരുന്നത് ആൻഡ് ഗേറ്റ് ആണ് കേട്ടോ. ആൻഡ് ഗേറ്റ് നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ സിമ്പിളായിട്ട് വരുന്നത് ദിസ് ഈസ് ദി സിമ്പിൾ ഓഫ് ദി ആൻഡ് ഗേറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു സിമ്പിൾ വെച്ച് നിങ്ങൾ ഇത് പഠിക്കേണ്ടതാണ്. അതായത് ഇതിന് ഒന്നോ അതിലധികമോ ഇൻപുട്ട്സ് ഉണ്ടാവാം, പക്ഷെ അതിൻ്റെ ഔട്ട്പുട്ട്സ് ഒരു ഔട്ട്പുട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ നോക്കുന്നത് 2 ഇൻപുട്ട് അല്ലേ, 2 ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ 2 ഇൻപുട്ട് നമ്മൾ ആ ഒരു 2ൻ്റെ ആ ഒരു പവറായിട്ടാണ് നമ്മൾ ഇൻപുട്ട്സ് ചെയ്തത്. 2⁻²2 പവർ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടണം? 2⁻²2 4 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പിനേഷൻ ഇൻപുട്ട് കോമ്പിനേഷൻ 4 കോമ്പിനേഷൻ ഉണ്ടാവും. അത് 0 to 3 വരെ ആയിരിക്കും കേട്ടോ ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ നാല് കോമ്പിനേഷൻ വരുന്നത്. ഓക്കെ,
അപ്പം ഈ ഒരു ആൻഡ് ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഇൻപുട്ടിൽ കൊടുക്കുന്നത് അത് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻപുട്ടിൽ കൊടുക്കുന്ന വാല്യൂസിൽ രണ്ട് വാല്യൂസും ഹയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ടും 1 ആയിട്ട് മാറുള്ളൂ. നമുക്ക് ഈ ഒരു ട്രൂത്ത് ടേബിൾ, ഈ ഒരു ടേബിളിനെ നമ്മൾ ട്രൂത്ത് ടേബിൾ എന്നാണ് പറയുന്നത്. ഈ ഒരു ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇപ്പം നമ്മുടെ ഇൻപുട്ട്സ് ആയിട്ട് എന്താണ് വരുന്നത്? എ ആൻഡ് ബി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 0 to 3 വരെ. ഇവിടെ 2 ഇൻപുട്ട്സ് ആയതിനെ കൊണ്ട് മാക്സിമം കോമ്പിനേഷൻ പറ്റുന്നത് 0 to 3 വരെയാണ്. ഓക്കെ, അപ്പം ആ ഒരു കോമ്പിനേഷൻ വരുന്നത് ഫസ്റ്റ് നമ്മൾ 0. ഇതെങ്ങനെയാണ് ഈ ഒരു 0 എന്ന് മീൻ ചെയ്യുന്നത്? നമുക്കുണ്ടല്ലോ ഈ ഒരു പൊസിഷൻ ഉണ്ടാവും ഓരോ ഇൻപുട്ട്സിനും. അത് 2:0, 2:1, 2:2, 2:4 ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നോർമലി നമ്മളിവിടെ എടുക്കുന്നത് 2 കോമ്പിനേഷൻ മാത്രമാണ് അല്ലേ. 2 ഇൻപുട്ട്സ് ആയതിനെ കൊണ്ട് 2:0 എന്തായിരിക്കും? 1 ആയിരിക്കും. ആൻഡ് 2:1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആയിരിക്കും. ആൻഡ് 2:2 4ഉം 3 ആണ്. അത് 8 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു ഐഡിയ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇപ്പം 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 2 കോമ്പിനേഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ മായ്ച്ച് കളയാം. ഈ ഒരു 2 കോമ്പിനേഷനിൽ എന്താണ് 2:0ഉം 2:1 ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നത് 0 ആണ് നമുക്ക് വേണ്ടത്. 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 2:0, 2:1. അപ്പോൾ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും 0 ഇടണം, ഇവിടെയും 0 ഇടണം അല്ലേ, എന്നാലേ അത് 0 ആവുള്ളൂ. അപ്പം 2Aയിൽ ഇവിടെ ഒരു 0 ഇട്ടു, ഇവിടെ ഒരു 0 ഇട്ടു. അതിപ്പോൾ 2 ഇൻപുട്ടും 0 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഓൾവേസ് 0 ആയിരിക്കും കേട്ടോ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് 1 ആണ് വേണ്ടത്. ഇതിൽ ഒന്നാമത്തെ കോമ്പിനേഷനിൽ പോവാം. ഒന്നാമത്തെ കോമ്പിനേഷൻ വരുന്ന ഇവിടെ 1 ആയിരിക്കും വരുന്നത്, ഇവിടെ 0 ആയിരിക്കും വരുന്നത്. അപ്പം അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 0 and 1. ഓക്കെ, അപ്പം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ ഇവിടെയും കൊടുക്കാം 0 and 1. അപ്പം ഇതിൽ ഏതാണ്? ആൻഡ് ഗേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക 2 ഇൻപുട്ടും അല്ലെങ്കിൽ എത്ര ഇൻപുട്ടും അത് ഫുള്ളും 1 ആയി നിൽക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ടും 1 ആവുള്ളൂ. ഇവിടെ അതുകൊണ്ട് ഇതിൽ ഒരു 0 വരുന്നുണ്ട്, ഒറ്റൊന്നും മാത്രമേ ഹൈ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 0 തന്നെ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് തിങ് നമുക്ക് പിന്നെ നോക്കാം. 1:0 വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 ആണ് അല്ലേ. രണ്ടാമത്തെ കോമ്പിനേഷനാണ് വരുന്നത്. രണ്ടാമത്തെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2:0 എന്താണ്? 1 ആണ്. അപ്പം 2:1 എന്ന് വെച്ചാൽ 2 ആണ് വരുന്നത്. അപ്പം ഇത് 0 ആക്കുമ്പോഴാണ് ഇവിടെ 1 ആക്കി കഴിഞ്ഞാലേ നമുക്ക് 2 കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഈ ഒരു കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ ഇൻപുട്ടിൽ 1:0 ആയിരിക്കും. അപ്പോൾ ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഓൾറെഡി ഇത് 0 ആയതുകൊണ്ട് ആൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 0 ആയിരിക്കും കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, അതായത് 3 ഇത് ഡിനോട്ട് ചെയ്യുന്നത്. 3 എന്നാണ് കേട്ടോ ഈ ഒരു ബൈനറിയിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ 3 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതും 1 ആവണം, ഇതും 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, രണ്ടും 1 ആയി കഴിഞ്ഞാലേ 3 ആവത്തുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ഇൻപുട്ട്സ് 1 and 1 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എന്താ? നമുക്ക് ഓൾറെഡി 1 ആയിട്ട് കിട്ടും അല്ലേ. ആൻഡ് ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. ദ ബൂളിയൻ എക്സ്പ്രഷൻ ഓഫ് ദ ആൻഡ് ഓപ്പറേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ആസ് y = a .b = ab എന്നാണ്. ആൻഡ് എ ക്രോസ് ചെയ്യുന്ന ആ ഒരു സിമ്പിളല്ലോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതിനെ റീഡ് ചെയ്യുന്നത് എ ആൻഡ് ബി എന്നാണ് കേട്ടോ. ആൻഡ് ഗേറ്റ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് കോമ്പിനേഷൻസ് വരുന്നതൊക്കെ. 2 ഇൻപുട്ട് മാത്രമാണല്ലോ. അപ്പോൾ 0:0 and 0:1, 1:0, 1:1 എന്ന് തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത്. ആൻഡ് ഓർ ഗേറ്റ് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇതിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ടിലുള്ള ഏതെങ്കിലും ഒന്ന് ഹയർ ആയിക്കഴിഞ്ഞാൽ 1 ആയിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഓൾവേസ് അത് 1 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോമ്പിനേഷൻ നോക്കാം. 0:0 ആണ്. ഇവിടെ 0:0 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? രണ്ടും ഹയർ അല്ല, ലോവർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടും ലോവർ തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ദിസ് 1. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം.
നെക്സ്റ്റ് നോക്കാം. രണ്ടാമത്തെ കോമ്പിനേഷൻ 0 1 ആണ്. ഫസ്റ്റ് ഇൻപുട്ടിൽ 0 ആൻഡ് ഔട്ട്പുട്ടിൽ 1 ആണ് വരുന്നത്. ഇതിൽ ഓൾവേസ് ഇൻപുട്ട് 1 ഹയർ ആണ്, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൂന്നാമത്തത് നമുക്ക് നോക്കാം. മൂന്നാമത്തെ കോമ്പിനേഷൻ വരുന്നത് 1 0 ആണ്. 1 0 കൊടുത്തു, ഇതിൽ 1 ഹയർ ആണ് അല്ലേ, അപ്പോൾ ഓൾവേസ് എന്തായാലും ഇവിടെയും 1 ആയിരിക്കും വരുന്നത്. മൂന്നാമത്തതും ആയി. ആൻഡ് നാലാമത്തെ കണ്ടീഷൻ നോക്കാം. രണ്ടും 1 ആണ്, അപ്പോൾ ഓൾവേസ് അത് രണ്ടും 1 ആയതുകൊണ്ട് തന്നെ 1 1 ഓൾവേസ് അതിൻ്റെ ഔട്ട്പുട്ടും 1 ആയിരിക്കും. സോ നാലാമത്തെ കണ്ടീഷന്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരുന്നത്? OR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 0 1 1 1 എന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനെ ബൂളിയൻ എക്സ്പ്രഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് A+B എന്ന്, ഇതിനെ A or B എന്നാണ് കേട്ടോ വായിക്കേണ്ടത്. പക്ഷെ നോർമലി നമ്മൾ എഴുതുമ്പോൾ A+B എന്ന ഫോർമാറ്റിലായിരിക്കും. A ആൻഡ് B ആണെങ്കിലോ A ആൻഡ് B ഇങ്ങനെയായിരിക്കും വരുന്നത്. OR ഗേറ്റിലാണെങ്കിൽ ഇൻപുട്ടിൽ ഏതെങ്കിലും ഒന്ന് ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ആൻഡ് ഗേറ്റിൻ്റെ ആ ഒരു ടൈമിലാണെങ്കിൽ ആൻഡ് ഗേറ്റ് എന്തായിരിക്കും? ഇൻപുട്ടിൽ രണ്ടും ഹൈ ആവണം, അല്ലെങ്കിൽ എത്ര ഇൻപുട്ട് ഉണ്ടോ അതൊക്കെ ഹൈ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവത്തുള്ളൂ. ആൻഡ് ദ നോട്ട് ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇൻ കേസ് ഓഫ് മറ്റേ രണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണോ ഇൻപുട്ട്, ഒറ്റ ഇൻപുട്ടും ഒറ്റ ഔട്ട്പുട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒറ്റ ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ 2:1 ആണല്ലേ വരുന്നത്. അപ്പോൾ അതിന് എത്ര പോസിബിൾ കോമ്പിനേഷൻ ഉണ്ടാവും? 2:1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണ്. അപ്പോൾ അതിൻ്റെ പോസിബിൾ കോമ്പിനേഷനാണ് 0യും 1ഉം മാത്രം. അപ്പോൾ ഇവിടെ 0 കൊടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ 0ൻ്റെ എന്താ പറയുന്നത്, അതിനെ ബാർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവേർഷൻ ആണ് നമുക്ക് വരുന്നത്. 0 ആണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന 1 ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മളിവിടെ 1 ആണ് കൊടുക്കുന്നെങ്കിൽ ഇവിടെ കിട്ടുന്നത് 0 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ നോട്ട് ഗേറ്റ് വരുന്നത്. അപ്പോൾ 0 കൊടുക്കുമ്പോൾ 1 കിട്ടും ഔട്ട്പുട്ടിൽ, 1 ആണ് ഇൻപുട്ടിൽ കൊടുക്കുന്നതാണ് 0 കിട്ടും. അപ്പോൾ ഇതിലാകെ 1 ഇൻപുട്ട് ആയതുകൊണ്ടാണ് ഈ ഒരു എന്താണ് 2 കോമ്പിനേഷൻ ഉണ്ടായത്. ഇനിയിപ്പോൾ 3 ഇൻപുട്ടിൻ്റെ കേസിലൊക്കെ വരുന്നതാണെങ്കിൽ എങ്ങനെയായിരിക്കും കോമ്പിനേഷൻ വരുന്നത്? 2:3 ഇൻപുട്ട്. അപ്പം ടോട്ടൽ നമുക്ക് 8 കോമ്പിനേഷൻ ഉണ്ടാവും. അതായത് 0 to 7 വരെ ആയിരിക്കും കോമ്പിനേഷൻ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ബൈനറി എങ്ങനെയായിരിക്കും എന്നറിയോ എഴുതുന്നത്? നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഫസ്റ്റ് 0 0 0 ഇതാണ് 0നെ ഡിനോട്ട് ചെയ്യുന്നത്. 1നെ ഡിനോട്ട് ചെയ്യാന്ന് വെച്ചാൽ 0 0 1, അതായത് 2:0ൻ്റെ പൊസിഷനിലായിരിക്കും 1 വരുന്നത്. ഇനിയിപ്പോൾ 2ൻ്റെ കേസിലാണെങ്കിൽ എന്താ? 0 1 0 എന്നായിരിക്കും. കാരണം 2:1 ആണ് 2 വരുന്നത്, എന്നാൽ മാത്രം ബാക്കിയെല്ലാം അന്നേരം 0 ആക്കി ഇട്ടാൽ മതി. 3ൻ്റെ കേസിലാണെങ്കിലോ 0 1 1, 2:0 ആണ് 1 ആണ്, 2:1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണ്, 2 + 1 3. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, പറയുന്നത് നാൻഡ് ഗേറ്റിനെ കുറിച്ചിട്ടും നോർ ഗേറ്റിനെ കുറിച്ചാണ്. നാൻഡ് ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് പ്ലസ് ആൻഡ് ഗേറ്റ് ആണ് നാൻഡ് ഗേറ്റ്. ആൻഡ് നോർ ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ നോട്ട് പ്ലസ് ഓർ ഗേറ്റ് ആണ്. അപ്പോൾ അത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈസിയാണ് കേട്ടോ ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നാൻഡ് ഗേറ്റ്, ആൻഡ് ഗേറ്റ് നമുക്ക് അറിയാമല്ലേ. ആൻഡ് ഗേറ്റിനെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? A ക്രോസ് B അല്ലെങ്കിൽ A ആൻഡ് B എന്നാണ്. ഇനിയിപ്പം നാൻഡ് ഗേറ്റ് വരുമ്പോൾ ആൻഡിൻ്റെ കൂടെ നോട്ടും കൂടെ വരുന്നല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ആൻഡിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന A ആൻഡ് B ആണ്. സോ അതിൻ്റെ കൂടെ ഒരു ബാറും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ? നാൻഡ് ഗേറ്റ് കിട്ടും. അപ്പോൾ അത് നമുക്ക് ആ ഒരു ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിളായിട്ട് വരുന്നത് കേട്ടോ. നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിളായിട്ട് വരുന്നത് ഇതാണ്. അതിൽ നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഗേറ്റ് ആണ്. 2 ഇൻപുട്ട് ഉണ്ട് ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ട് ഇതാ ഇവിടെ എഴുതും. പിന്നെ അത് നോട്ട് ഗേറ്റിലേക്ക് കൊടുക്കുകയാണ്. സോ നമുക്ക് കിട്ടിയ ഇതിൽ ഒരു ബാറും കൂടെ ആഡ് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്രയാണ്? 2 ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ 4 കോമ്പിനേഷനാണ് വരുന്നത്. ഇവിടെ 0 0 കൊടുക്കാം നമുക്ക്. ഫസ്റ്റ് 2 0 0 കൊടുത്തു. അപ്പം 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും? രണ്ടും ലോ ആണ്. ലോ ആയതുകൊണ്ട് ഔട്ട്പുട്ടിലും ലോ തന്നെ ആയിരിക്കും അല്ലേ വരുന്നത്, 0 തന്നെ ആയിരിക്കും വരുന്നത്. ഇതാണ് ആൻഡിൻ്റെ സെക്ഷൻ. ഇനിയിപ്പോൾ ഇത് നോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു 0നെ നോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേർഷൻ കാണാം. അപ്പോൾ ഇതിൻ്റെ ഇൻവേർഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടി? y = a/b എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് കോമ്പിനേഷൻ നോക്കാം.
ഈ ഒരു കോമ്പിനേഷൻ നോക്കാം. ഇവിടെ 0 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും തന്നെ എന്താണ്, ആൻഡിൻ്റെ കേസിൽ 0 ഉണ്ട് അല്ലേ, അതായത് 1 ഉണ്ട്. സോ ഇവിടെ 0 തന്നെ ആയിരിക്കും വരുന്നത്. ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻവേർഷൻ എടുത്തു കഴിഞ്ഞാൽ 1 ആയിരിക്കും വരുന്നത്. സോ ദിസ് ഈസ് 1. ഇനി നെക്സ്റ്റ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷനാണ് 1 0. അപ്പോൾ ഓൾവേസ് ഇത് രണ്ടും ഹയർ അല്ല, ഒന്ന് ലോവറും ഒന്ന് ഹൈയും ആണ്. സോ ഔട്ട്പുട്ടിൽ നമുക്ക് 0 ആയിരിക്കും. ആൻഡ് നോട്ട് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഇൻവേർഷൻ എടുക്കുമ്പം 0 1 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട്, നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആയിട്ട് കിട്ടും. ആൻഡ് ദ നെക്സ്റ്റ് ലാസ്റ്റ് തിങ് 1 1 ആയിരിക്കും ഇൻപുട്ടിൽ കൊടുക്കുന്നത്. 1 1 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഇത് രണ്ടും ഹയർ ആയിട്ടുള്ള വാല്യൂ ആണ് അല്ലേ, ഓൺ സ്റ്റേറ്റിലാണ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും, ഇതിൻ്റെ ഔട്ട്പുട്ടും 1 ആയിരിക്കും. സോ ഇതിൻ്റെ ഇൻവേർഷൻ എന്ന് വെച്ചാൽ 1ൻ്റെ ഇൻവേർഷൻ എന്താണ്, 0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 1 1 0 എന്നിട്ടുള്ള ഈ ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് കേട്ടോ നാൻഡ് ഗേറ്റ് വരുന്നത്. അപ്പം ഇതേപോലെ തന്നെ സിമ്പിളാണ് നോർ ഗേറ്റും. ഇതൊന്ന് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മതി, ഞാൻ എന്തായാലും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ ഇതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വൺ ഈസ് ദി അതിൻ്റെ ലോജിക് ഗേറ്റ് വരുന്നത്. സോ അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഇത് വരുന്നത്. ഫസ്റ്റ് നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ ഒന്ന് കൊടുക്കാം, ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇവിടെ 0 0 കൊടുത്തു. ഇവിടെ എന്തായിരിക്കും, രണ്ടും ലോ വാല്യൂ ആണ് അല്ലേ, അപ്പോൾ 0 ആണ് ഓൾവേസ് എന്തായാലും. അപ്പോൾ ഇത് ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും ഇവിടെ കിട്ടുന്നത്, ഫസ്റ്റ് കോമ്പിനേഷൻ. ആൻഡ് ദ സെക്കൻഡ് തിങ്, ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. ഇവിടെ ഈ ഒരു കോമ്പിനേഷൻ നോക്കാം, 1 0 എന്നുള്ളത്. അപ്പോൾ ഇവിടെ 1ഉം 0ഉം കൊടുത്തെന്ന് ചോദിക്കുക. ഇതിലൊന്ന് ഓറിനെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ടിൽ ഏതെങ്കിലും ഒന്ന് ഹയർ ആയാൽ മതി അല്ലേ, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 തന്നെ ആയിരിക്കും വരുന്നത്. ഇത് നോട്ട് ഗേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്, 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത് 0. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ രണ്ടും വരുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ ഒരു ട്രൂത്ത് ടേബിൾ, അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കുമല്ലോ പെട്ടെന്ന് തന്നെ. ഈ ഒരു ഇതിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഇനി റിയലൈസേഷൻ ഓഫ് ബേസിക് ഗേറ്റ്സ് ഫ്രം നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് വെച്ചിട്ട് നമ്മുടെ ബേസിക് ഗേറ്റ് ആയിട്ടുള്ള എന്തൊക്കെ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും നോട്ട് ഗേറ്റും എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഫസ്റ്റ് നോട്ട് ഗേറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ, നോട്ട് ഗേറ്റിന് നമുക്കറിയാം ഇതാണ് നമ്മുടെ നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിളായിട്ട് വരുന്നത്. നോർമലി നോട്ട് ഗേറ്റിന് എന്താണ്, ഒറ്റ ഇൻപുട്ട് അല്ലേ വരുന്നത്. അപ്പം ഇതിൻ്റെ കേസിലും അങ്ങനെ ഒറ്റ ഇൻപുട്ട്. 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 വരും, അല്ല ഇവിടെ 1 കൊടുത്താണെങ്കിൽ ഇവിടെ 0 വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. റിയലൈസേഷൻ ഓഫ് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് ഫസ്റ്റ് വരുന്നത് ആൻഡ് ആണ്, ഇത് നാൻഡ് ഗേറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇത് ആൻഡ് ഗേറ്റ്, ഇത് നാൻഡ് ഗേറ്റ് ആണ്. ഇവിടെ 0 0 കൊടുത്ത് നോക്ക്. 0 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും വരുന്നത്, രണ്ടും ലോ വാല്യൂ ആയതുകൊണ്ട് 0 ആയിരിക്കും. ആൻഡ് ഇത് ആ ഒരു ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നാൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേർഷൻ അല്ലേ 1 വരും. 0 ആയതുകൊണ്ട് തന്നെ ഈ ഒരു നാൻഡിൻ്റെത് 0 തന്നെ വരുന്നത്, പക്ഷെ അത് ഇൻവേർട്ട് ചെയ്യുമ്പോൾ 1 വരും. ഓക്കെ, അതില്ലേ ഒരു മിനിറ്റ്, ചെറിയ കൺഫ്യൂഷൻ. ഇവിടെ 0 0 കൊടുത്തു, അതിന് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന എന്താ, 0 ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ആൻഡ് ഗേറ്റിലേക്ക് പോകുമ്പോൾ അതെന്താ, ഓൾവേസ് ആൻഡ്, ഇവിടം വരെ ആൻഡ് തന്നെ വരുന്നത്. അതെന്തായിരിക്കും, 1 ആയിരിക്കും വരുന്നത്. എ ബാർ ബി എന്തത്, സോറി എ ബാർ ബി ആണല്ലോ ഇതിൻ്റെത് വരുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും വരുന്നത്. ആൻഡ് ദ സെക്കൻഡ് കോമ്പിനേഷനിലുള്ള 0 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 0 ആയിരിക്കും. ആൻഡ് ദി അതിൻ്റെ രണ്ടാമത്തെ ലാസ്റ്റ് ഔട്ട്പുട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയിരിക്കും. ആൻഡ് ദ ഫസ്റ്റ് ആൻഡിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കാം. ആൻഡ് ദ ലാസ്റ്റ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർ ഗേറ്റ് ആണ്. ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഓർ ഗേറ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ രണ്ട് സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നാൻഡ് ഗേറ്റ് ആണ്, ഇത് ആൻഡ് ഗേറ്റും വരുന്നത്. ഓക്കെ, ഇതിലൊരു ഇൻപുട്ട് ഇവിടെ 0 0 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അത് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ കിട്ടുന്നത്, ഇതിൻ്റെ ഇൻവേർഷൻ 1 കിട്ടും.
ഇവിടെ സീറോൻ്റെ ഇൻവേർഷൻ എന്താ വരുന്നത് 1 കിട്ടും. ഇത് രണ്ടും ആൻഡ് ചെയ്തു. ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ എ ബാർ ഇൻറ്റു ചെയ്യുക. ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1 × 1, ഇത് ഹയർ ആണ് അല്ലേ വാല്യൂ. അതിനെ ഇൻവേർഷൻ ചെയ്യണം. ഇൻവേർഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് 0 കിട്ടും. അപ്പോൾ 0 ആണ് നമുക്ക് ഫസ്റ്റ് കോമ്പിനേഷനിൽ കിട്ടിക്കഴിഞ്ഞത്. ആൻഡ് ദ നെക്സ്റ്റ് കോമ്പിനേഷൻ 0, 1 ആയിരിക്കും. ഓക്കെ, 0, 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എ ബാറാണ് വരുന്നത്. 0ൻ്റെ ബാർ വരുന്നത് ഈ ഒരു ഫോമാറ്റിലായിരിക്കും ഓർ ഗേറ്റും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. എനിവേ നിങ്ങൾക്ക് ഈ ഒരു റിയലൈസേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഈ ഒരു പിക്ചർ വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ആൻഡ് ഈ ഒരു ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.